എല്ലാവർക്കും രജനീസ് കുക്കറിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പുളിയിഞ്ചിയാണ്. പുളിയിഞ്ചി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ചൂട് കട്ടിയുള്ള ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കാൻ വയ്ക്കാം. അതിലേക്ക് 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചി, ഇത് 200 ഗ്രാം ഇഞ്ചിയാണ്, ചെറുതായി കൊത്തി എരിഞ്ഞ ഇഞ്ചിയാണ്. മൂന്ന് പച്ചമുളകാണ്, ചെറുതായി വട്ടത്തിൽ അരിഞ്ഞതാണ്, അതുകൂടി ഇട്ട് കൊടുക്കാം. നന്നായി മൂത്ത് വരുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇഞ്ചി ഏകദേശം 3/4 വേവായിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇത് 1/2 ടീസ്പൂണാണ്, അതാണ് 2 എണ്ണം ഇടുന്നത്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റാം. തീ ഒന്ന് സിമ്മിൽ വയ്ക്കാം. ഇത് ഒരു വലിയ നാരങ്ങ വലുപ്പത്തിൽ എടുത്ത പുളിയാണ്, അത് ചുടുവെള്ളത്തിലിട്ട് പിഴിഞ്ഞ് വെച്ചതാണ്. നമുക്ക് കുറേശ്ശെ അത് ചേർക്കാം. ഇളക്കി യോജിപ്പിച്ച് ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിടാം. തീ കൂട്ടി വയ്ക്കാം. ഇടയ്ക്ക് ഇളക്കി കൊടുക്കാം. ഒരുപാടൊന്നും കയ്യിലിട്ട് ഇളക്കരുത്, ഇടയ്ക്ക് മാത്രം ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. ഉപ്പും എരിവൊക്കെ പാകത്തിനാണോ എന്ന് നോക്കാം. ശർക്കര 1 ടീസ്പൂണിൽ കൊള്ളുന്നത്ര. മധുരം അധികം ആവശ്യമുള്ളവർക്ക് കുറച്ചും കൂടി മധുരം ഇടാം. ഞാനിപ്പോൾ കുറച്ചിട്ടിട്ടുള്ളൂ. എണ്ണ തെളിഞ്ഞ് വരുന്ന വരെ ഇത് വേവിക്കണം. ഏകദേശം വറ്റിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് തീ കുറച്ച് വയ്ക്കാം. വെള്ളമൊക്കെ വറ്റി പുളിയിഞ്ചി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. താളിക്കാൻ ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിക്കാം. കടുക് 1/2 ടീസ്പൂൺ ഇടാം. കടുക് ഏകദേശം പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് 3 മുളക് ഇടാം. 1/2 സ്പൂണ് ഉഴുന്ന് പരിപ്പിട്ട് കൊടുക്കാം. തീ കുറച്ച് വയ്ക്കാം. ഉഴുന്ന് മൂത്ത് വന്നിട്ട് തീ ഓഫ് ചെയ്യാം. ഒട്ടും വെള്ളമില്ലാത്ത പാത്രത്തിൽ വേണം ഇതാക്കി വയ്ക്കാനായിട്ട്. അപ്പോൾ കുറച്ച് ദിവസം കേട് കൂടാതിരിക്കും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിടണം. അടുത്ത വീഡിയോയിൽ കാണാം.